ചൈനീസ് മാധ്യമങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ പറ്റി ഒരു വലിയ പ്രധാനപ്പെട്ട വാർത്ത ഈ അടുത്തിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ഇന്ത്യ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾക്ക് പകരം പ്രാധാന്യം നൽകുന്നത് ഡ്രോണുകൾക്കാണ് എന്നതായിരുന്നു ആ വാർത്ത. ഇന്ത്യയുടെ സൈനിക തന്ത്രത്തിന്റെ ഒരു പ്രധാന ഘടകമായി ഡ്രോണുകളെ ഇന്ത്യ വേഗത്തിൽ സ്വീകരിക്കുന്നു എന്നാണ് ഈ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിന് ഉദാഹരണമായി പാകിസ്ഥാനുമായുള്ള സമീപകാല സംഘർഷമാണ് ഇവർ അടിവരയിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ 9 തീവ്രവാദ ക്യാമ്പുകൾ നശിപ്പിക്കാൻ ഹരോപ്പ്, സ്കൈ സ്ട്രൈക്കർ, ALS-50 മോഡലുകൾ ഉൾപ്പെടെയുള്ള തദ്ദേശീയവും ഇറക്കുമതി ചെയ്തതുമായ ഡ്രോണുകളുടെ ഒരു സംയോജനം ഉപയോഗിച്ചിരുന്നു. ഇന്ത്യക്ക് ഇതുവരെയും ഒരു 5ാം തലമുറ ഫൈറ്റർ ജെറ്റ് ഇല്ല. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 5ാം തലമുറ യുദ്ധ വിമാനം എന്ന് പറയുന്നത് 2034 പൂർണ്ണ ഇൻഡക്ഷൻ ലക്ഷ്യമിടുന്നുള്ളൂ. ഈ 5ാം തലമുറ യുദ്ധ വിമാനങ്ങൾക്ക് പകരമായി ചെലവ് കുറഞ്ഞ ഒരു ഇടക്കാല പരിഹാരമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഡ്രോണുകളെ വികസിപ്പിക്കുന്നതും ഡ്രോണുകളെ കാണുന്നതും എന്നാണ് ചൈന പറയുന്നത്. മൾട്ടി റോൾ വൈവിധ്യവും സങ്കീർണമായ യുദ്ധവിമാനങ്ങളുടെ പേലോഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡ്രോണുകൾ കൂടുതൽ വേഗത്തിൽ നിർമ്മിക്കപ്പെടുന്നു എന്നതും അതേപോലെ തന്നെ ഇത് വളരെയധികം ചെലവ് കുറഞ്ഞതുമാണ്. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതി എടുക്കുകയാണെങ്കിൽ, അതായത് AMCIക്ക് വേണ്ടി ഏകദേശം 150 ബില്യൺ രൂപ ചെലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ജാമിംഗ് പോലുള്ള ഇലക്ട്രോണിക് യുദ്ധത്തിന് ഇത് ഇരയാകാൻ സാധ്യതയുണ്ട് എങ്കിലും നിരീക്ഷണം, കൃത്യമായ ആക്രമണങ്ങൾ, കൂട്ടത്തോടെയുള്ള തന്ത്രങ്ങൾ എന്നിവയ്ക്ക് ഇത് വൈവിധ്യമാർന്നതാണ്. അതേപോലെ തന്നെ അടുത്തിടെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇരുപക്ഷവും ആദ്യമായി ഡ്രോണുകളാണ് വിന്യസിച്ചതും. പാകിസ്ഥാൻ ഡ്രോണുകളുടെ കടന്നുകയറ്റത്തെ നിർവീര്യമാക്കാൻ ഇന്ത്യ റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വിജയകരമായി ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയുടെ ഡ്രോൺ കൂട്ടത്തിൽ ഇപ്പോൾ ഹെറോൺ, സെർച്ചർ തുടങ്ങിയ ഇസ്രായേലി സംവിധാനങ്ങളും നാഗാസ്ട്ര 1 പോലുള്ള ആഭ്യന്തരമായി ഇന്ത്യ വികസിപ്പിച്ച പ്ലാറ്റ്ഫോമുകളും 2029നും 2030നും ഇടയിൽ ഡെലിവറികൾ പ്രതീക്ഷിക്കുന്ന അമേരിക്കൻ നിർമ്മിത MQ-9V പ്രഡേറ്റർ ഡ്രോണുകളും വരാനിരിക്കുന്ന ഇവരുടെ ഒരു കൂട്ടവുമാണ് ഉൾപ്പെടുന്നത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം നിരവധി UAVകൾ വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട്. അതിലൊന്നാണ് രക്ഷക് എന്ന് പേരിട്ടിരിക്കുന്ന പൂർണ്ണമായും സ്വയം ഭരണാധികാരമുള്ള വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് ആയ UAV. കൂടാതെ ഇന്ത്യ ഇപ്പോൾ സ്വാം ഡ്രോൺ തന്ത്രങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. എതിരാളികളുടെ വ്യോമ പ്രതിരോധത്തെ സാച്ചുറേറ്റ് ചെയ്യാനും സാധ്യതയുള്ള ചെറിയ ഡ്രോണുകളെ വിന്യസിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഇതുകൂടാതെ തന്നെ അതിർത്തി സുരക്ഷയ്ക്കായി അതിർത്തി സുരക്ഷാ സേന പാകിസ്ഥാൻ അതിർത്തിയിൽ അതിന്റെ ആദ്യ ഡ്രോൺ സ്ക്വാഡ്രൺ സ്ഥാപിച്ചും കഴിഞ്ഞു. ഇത് ദേശീയ സുരക്ഷാ തന്ത്രത്തിൽ ആളില്ലാ സംവിധാനങ്ങളെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പങ്കിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ ആശങ്കയുണ്ടാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇത്രയധികം ഇന്ത്യ പുരോഗമിച്ചിട്ടും ഇത്രയധികം പുരോഗതികൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ ഡ്രോൺ വ്യവസായം ഇറക്കുമതി ചെയ്യുന്ന ഘടകങ്ങളെ വളരെയധികം ആശ്രയിക്കുന്നു എന്നത്. അതായത് ബാറ്ററികൾ, സെൻസറുകൾ, ഫ്ലൈറ്റ് കൺട്രോളറുകൾ തുടങ്ങിയ നിർണായക ഭാഗങ്ങളിൽ 60 മുതൽ 70% വരെ പ്രധാനമായും ഇന്ത്യക്ക് ചൈനയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇത് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുള്ള അപകട സാധ്യതകൾ തുറന്നു കാട്ടുന്നു. ഇതിന്റെ ബേസിലാണ് ഇപ്പോൾ ചൈന ഇന്ത്യ 5ാം തലമുറ യുദ്ധ വിമാനങ്ങളെക്കാൾ കൂടുതൽ ഡ്രോണുകൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന അവകാശവാദവുമായി എത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചൈനയുടെ ഈ അവകാശവാദങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിൽ ഇന്ത്യ ഇപ്പോൾ അമേരിക്കയുമായി ഒരു വമ്പൻ പ്രതിരോധ സാങ്കേതിക കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതായത് അമേരിക്ക ആസ്ഥാനമായുള്ള പ്രതിരോധ സാങ്കേതിക സ്ഥാപനമായ ഷീൽഡ് AI-യുമായി ഇന്ത്യ ഒരു നാഴികക്കല്ലായ കരാറിൽ ഒപ്പിടാൻ പോകുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ ഇന്ത്യ ആരംഭിച്ച $4.5 ബില്യൺ അടിയന്തര സംഭരണ പദ്ധതിയുടെ ഭാഗമാണിത്. ഈ പദ്ധതി പ്രകാരം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മെച്ചപ്പെടുത്തിയ V-BAT ഡ്രോണുകൾ വിതരണം ചെയ്യുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഷീൽഡ് AI-യുമായി വിപുലമായ ചർച്ചകൾ ഇപ്പോൾ നടത്തി വരികയാണ്. ഇന്ത്യയുടെ പ്രതിരോധ സംഘടനയുമായി സംയോജിച്ച് സംയുക്ത സംരംഭത്തിലൂടെ ഒരു ആഭ്യന്തര ഉൽപാദന ലൈനും ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള ഒരു പദ്ധതിയാണിത്. ഇതിൽ വ്യോമസേനയുടെ ആദ്യ കരാറിന് ഏകദേശം $35 മില്യൺ മൂല്യമുണ്ടാകും. ഈ കരാർ എന്ന് പറയുന്നത് സഹകരണം ഏറ്റെടുക്കലിനപ്പുറം വിശാലമായ ഒരു പൂർണ്ണമായ സാങ്കേതിക വിദ്യ കൈമാറ്റം TOTയും ഉൾപ്പെടുന്നുണ്ട്. $90 മില്യൺ സംയുക്ത സംരംഭ കരാറിൽ കമ്പനികൾ ഒപ്പുവെച്ചു. ഇന്ത്യയിൽ V-BAT സിസ്റ്റത്തിന്റെ വലിയ തോതിലുള്ള പ്രാദേശിക നിർമ്മാണം, അസംബ്ലി, പരിശോധന എന്നിവയാണ് ഈ കരാർ മൂലം നടപ്പാക്കാൻ പോകുന്നത്. സംയുക്ത സംരംഭത്തിന്റെ ഭാഗമായി JSAW ഗ്രൂപ്പ് 2 വർഷത്തിനുള്ളിൽ $90 മില്യൺ നിക്ഷേപിക്കും. അതിൽ $65 മില്യൺ ആദ്യ 12 മാസത്തിനുള്ളിൽ വിന്യസിക്കും. ഒരു ആഗോള കംപ്ലൈൻസ് പ്രോഗ്രാം സ്ഥാപിക്കൽ, ഉൽപാദന സൗകര്യങ്ങൾ സ്ഥാപിക്കൽ, ലൈസൻസ് ഉള്ള സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നതിനെ മനുഷ്യശക്തിയെ പരിശീലിപ്പിക്കൽ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും. ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രതിരോധ ആവശ്യകതകൾ നിറവേറ്റുക മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സേനകൾ ഇതിനകം വിന്യസിച്ചിരിക്കുന്ന V-BAT ആഗോള ഉൽപാദന കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതാണ്. ഈ V-BAT ഡ്രോൺ എന്ന് പറയുന്നത് ചിറകുകളും ദീർഘമായ പ്രതിരോധ ശേഷിയുമുള്ള ഒരു ലംബമായ ടേക്ക് ഓഫ് ലാൻഡിംഗ് ഡ്രോൺ ആണ്.
ഇന്റലിജൻസ്, നിരീക്ഷണം, രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് പ്രത്യേക സേനാ പ്രവർത്തനങ്ങൾ മുതൽ കാലാൾപ്പട, കവചിത, പീരങ്കി യൂണിറ്റുകൾക്കുള്ള മുൻനിര പിന്തുണ വരെയുള്ള വെല്ലുവിളി നിറഞ്ഞ പരിതസ്ഥിതികളിലെ തന്ത്രപരമായ വിന്യാസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വമ്പൻ കരാറായിരിക്കും. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ മാറ്റിമറിക്കുന്ന ഒരു സുപ്രധാന മാറ്റം തന്നെയായിരിക്കും ഈ കരാർ. നേരിട്ടുള്ള വാങ്ങലിൽ നിന്ന് നൂതന ആയുധ സംവിധാനങ്ങളുടെ സഹവികസനത്തിലേക്കും പ്രാദേശികവൽക്കരിച്ച ഉൽപാദനത്തിലേക്കും ഇന്ത്യ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, അതായത് റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം തങ്ങളുടെ അത്യാധുനിക ഐസ് ബ്രേക്കർ പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ സംവിധാനത്തെ ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രജന്റിൽ തടസ്സമില്ലാതെ സംയോജിപ്പിക്കാൻ കഴിയും എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. മിസൈലുകൾ ഹെലികോപ്റ്ററിന്റെ ആക്രമണ ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതായി ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ഐസ് ബ്രേക്കർ എന്ന് പറയുന്നത് ഒരു ദീർഘദൂര സ്വയം ഭരണ മൾട്ടി പ്ലാറ്റ്ഫോം മിസൈൽ സംവിധാനമാണ്. ഉയർന്ന മൂല്യമുള്ള കര നാവിക ലക്ഷ്യങ്ങളെ കൃത്യതയോടെയും അതിജീവനത്തോടെയും തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഐസ് ബ്രേക്കർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന് ഏകദേശം 400 കിലോഗ്രാമോളം ഭാരം വരും. ഈ മിസൈൽ അതിന്റെ ക്ലാസ്സിന് അസാധാരണമാം വിധം ഭാരം കുറഞ്ഞതും 300 കിലോമീറ്റർ ദൂരപരിധിയുമുള്ളതുമാണ്. ഇത് റാഫേൽ MiG-29K പോലുള്ള യുദ്ധവിമാനങ്ങൾക്ക് അനുയോജ്യമാക്കുന്നു. അതേപോലെ തന്നെ LCH പ്രജന്റ്, ഭാവിയിലെ ഇന്ത്യൻ മൾട്ടി റോൾ ഹെലികോപ്റ്റർ തുടങ്ങിയ റോട്ടറി വിംഗ് പ്ലാറ്റ്ഫോമുകൾക്കും ഇത് അനുയോജ്യമാണ്. അതേസമയം ഇന്ത്യൻ നാവികസേനയ്ക്ക് MiG-29K റാഫേലും യുദ്ധവിമാനങ്ങളുടെ കാരിയർ അധിഷ്ഠിത കപ്പലിന് ഐസ് ബ്രേക്കർ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. അതേപോലെ ഈ ഐസ് ബ്രേക്കറിന്റെ അത്യാധുനിക ഇലക്ട്രോ ഒപ്റ്റിക്കൽ GPS മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ GPS നിഷേധിക്കപ്പെട്ട പരിതസ്ഥിതികളിൽ പോലും കൃത്യമായ ലക്ഷ്യമിടൽ സാധ്യമാക്കുന്നു. മൾട്ടി ഡയറക്ഷണൽ ആക്രമണങ്ങൾ നടത്താനുള്ള ഇതിന്റെ കഴിവ് ചലിക്കുന്ന സമുദ്ര ലക്ഷ്യങ്ങളെയും ഉറപ്പുള്ള കര അടിസ്ഥാന സൗകര്യങ്ങളെയും ഫലപ്രദമായി നേരിടാൻ ഇതിന് സാധിക്കും. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ പോലുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ LCHന്റെ പ്രവർത്തന ഫലപ്രാപ്തിയെ ഈ കഴിവ് വളരെയധികം വർദ്ധിപ്പിക്കും. അവിടെ കുറഞ്ഞ എക്സ്പോഷർ ഉള്ള ദീർഘദൂര സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്കുകൾ ദൗത്യ വിജയത്തിന് വളരെയധികം നിർണായകമാണ്. പരമാവധി 920 കിലോഗ്രാം ആയുധ പേലോഡ് ശേഷിയുള്ള LCH പ്രജന്റിനെ കാര്യമായ പ്രകടന വിട്ടുവീഴ്ചയില്ലാതെ 1-2 ഐസ് ബ്രേക്കർ മിസൈലുകളുടെ സംയോജനത്തെ പിന്തുണയ്ക്കാൻ കഴിയും. ഇതിന്റെ ഒതുക്കമുള്ള അളവുകളും മോഡുലാർ ഏവിയോണിക്സും LCHന്റെ ഹാർഡ് പോയിന്റുകളിലേക്ക് എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ സാധിക്കും. ദൃശ്യപരിധിക്കപ്പുറം നിന്ന് ഒരു പ്രായോഗിക സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് ഓപ്ഷനാക്കി ഇത് മാറ്റുന്നു. ആഴത്തിലുള്ള ആക്രമണത്തിനോ കപ്പൽ വിരുദ്ധ ദൗത്യത്തിനോ ഇത് അനുയോജ്യമാണ്. അതേപോലെ തന്നെ പാകിസ്ഥാൻ പ്രദേശത്തിനുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ ആഴത്തിലുള്ള ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേന 2 ഇസ്രായേൽ നിർമ്മിത മിസൈലുകൾ കൂടി ഏറ്റെടുക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അതിലൊന്ന് വിൻഡ് ഡെമൺ ആണ്. പാകിസ്ഥാനുമായുണ്ടായ സംഘർഷത്തിൽ ഇസ്രായേലിന്റെ റാംപേജ് മിസൈൽ പ്രകടനത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഇസ്രായേലിലെ മിസൈലുകൾ IAFന് വീണ്ടും താല്പര്യം. ശത്രു കമാൻഡ് പോസ്റ്റുകളെയും ഉയർന്ന മൂല്യമുള്ള തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങളെയും കൃത്യമായി ലക്ഷ്യമാക്കി റാംപേജ് മിസൈൽ വളരെയധികം ഫലപ്രദമായിരുന്നു. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.